അർജുന് ശ്രീതും ലൈവില് സംസാരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരാളിന്ന് പുറത്തു പോകുക എന്നുള്ള രീതിയിലായിട്ട് ഇവരുടെ സംസാരമൊക്കെ. അപ്പൊ അർജുൻ ശ്രീതു എന്ന് പറയുന്നുണ്ട്, ഞാൻ പുറത്തു പോകുകയാണെങ്കിലും നീ നന്നായിട്ട് തന്നെ ഇരിക്കണം, ഫുഡൊക്കെ കഴിക്കണം, വിഷമിച്ചൊന്നും ഇരിക്കരുത്, എല്ലാവർക്കും വിഷമിച്ചൊന്നും ഇരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ ശ്രീതു പറയും, അർജുൻ പോകുമ്പോൾ ഞാൻ കരയണോന്നൊക്കെ ചോദിക്കും. അപ്പൊ അർജുൻ പറയും വേണ്ടത് കരയണ്ട, അർജുൻ പറഞ്ഞു കഴിഞ്ഞാൽ കരയാനൊക്കെ രീതിയിൽ പിന്നെ കളിയായിട്ടാണ് ശ്രീതു പറയുന്നുണ്ട്. രാവിലെ ഇപ്പൊ ഇവര് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പൊ അർജുൻ ഇപ്പൊ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഉറങ്ങിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ ശരിക്കും ഉറങ്ങിയില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. ഒരുപാട് നേരത്തെ എണീറ്റ് ഉറക്കമൊന്നും ശരിയായില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. എന്താ അർജുൻ എന്താ പ്രശ്നം എന്നൊക്കെ അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ശ്രീതു പറയുന്നുണ്ടായിരുന്നു നൈറ്റ് പെരുക്കെ എണീറ്റപ്പോ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പത്തേക്കും അർജുൻ ഉറങ്ങിയായിരുന്നു എന്നൊക്കെ. ഏതുവിനോടൊപ്പം ഉറങ്ങിയായിരുന്നു എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട്. അതിന്റെ ശ്രീതുവിനോട് ഇടുമ്പോ എനിക്കും അറിയില്ല എന്തൊക്കെ ഒച്ചാലൊക്കെ കേട്ടോണ്ടിരിക്കുന്നായിരുന്നു ശ്രീതു പറയുന്നുണ്ട്. ഡീപ് സ്ലീപ്പ് ഒന്നും കിട്ടിയില്ല എന്നായിട്ട് ശ്രീതു പറയും. ഇവർക്ക് രണ്ടുപേർക്കും അപ്പൊ ഇവരിൽ ഒരാൾ എവിക്റ്റ് ആവുമോ എന്ന് നല്ല പേടിയുണ്ട്. അർജുന പിന്നെ അർജുനോ ശ്രീതു ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ആവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. അതുപോലെ സായി സിജോ ഒക്കെ പറഞ്ഞ് കുറെ നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അർജുന് ഭയങ്കര നെഗറ്റീവ് ആയെന്ന് തോന്നുന്നു. എന്നുള്ളത് അർജുൻ പുറത്തൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ശ്രീതുവിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്കും പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും വീക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവരാക്കി വെച്ചേക്കണോ ബാക്കിയെല്ലാം കോട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അതുകൊണ്ടാണ് അർജുൻ അങ്ങനെ വിചാരിക്കുന്നത്. ഇന്നത്തെ നിമിഷം കഴിയുമ്പോൾ എന്തായാലും സിജോയുടെ സായിലൊക്കെ കാര്യം തീരുമാനമാവും. കാരണം അപ്സര പോകുന്നൊന്നും അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ടോപ്പ് 5 അപ്സരനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ അപ്പൊ കോൺഫിഡന്റ് ആവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?